മൈൻക്രാഫ്റ്റ് എല്ലാം മാറ്റിമറിച്ചൊരു ഗെയിം. 2009-ൽ സ്വീഡിഷ് ഡെവലപ്പർ മാർക്കസ് പെർസൺ നോച്ച് എന്ന് അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഒരു ചെറിയ പ്രോജക്റ്റ് ഉണ്ടാക്കി. അതിന്റെ പേര് കേവ് ഗെയിം. അതൊരു ലളിതമായ ഗെയിം മാത്രമായിരുന്നു. ഖനനം, കെട്ടിട നിർമ്മാണം, ബ്ലോക്കുകൾ കണ്ടെത്തൽ. പക്ഷേ കളിക്കാർക്ക് സ്വന്തം കൽപ്പനാശക്തി ഉപയോഗിച്ച് എന്തും സൃഷ്ടിക്കാനുള്ള സ്വാതന്ത്ര്യം ആ ഗെയിം നൽകിയിരുന്നു. പിന്നീട് നോച്ച് അതിന് മൈൻക്രാഫ്റ്റ് എന്ന് പേരുമാറ്റി. ഗെയിം വളരെ വേഗത്തിൽ പ്രശസ്തിയായി. 2011-ൽ മോജാങ് ഔദ്യോഗികമായി അത് പുറത്തിറക്കി. പിന്നീട് ലോകമെമ്പാടുമുള്ള കളിക്കാർ ചേർന്ന് ഒരു വലിയ കമ്മ്യൂണിറ്റിയായി വളർന്നു. 2014-ൽ മൈക്രോസോഫ്റ്റ് മൈൻക്രാഫ്റ്റ് $2.5 ബില്യൺ സ്വന്തമാക്കി. അതിനുശേഷം അത് കൂടുതൽ വലുതും ശക്തവുമാകുകയായിരുന്നു. സർവൈവൽ മോഡ് മുതൽ ക്രിയേറ്റീവ് ബിൽഡുകൾ വരെ, മോഡുകൾ മുതൽ സർവറുകൾ വരെ, മൈൻക്രാഫ്റ്റ് ഒരു ഗെയിമിനേക്കാൾ വലുതായി മാറി. ഇന്ന് മൈൻക്രാഫ്റ്റ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വീഡിയോ ഗെയിം ആണ്. 300 മില്യൺ കോപ്പികൾക്കുമപ്പുറം വിറ്റഴിഞ്ഞു.